അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ബ്രോങ്കോയെക്കുറിച്ചൊരു ഫുൾ വീഡിയോ ചെയ്യുമെന്ന്. നമ്മൾ അൺബോക്സ് ചെയ്ത് വരുന്ന സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. വണ്ടിയെക്കുറിച്ചുള്ളൊരു പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് WL ടോയ്സിൻ്റെ ഫോർഡ് ബ്രോങ്കോ 1/10 സ്കെയിൽ വരുന്നൊരു വണ്ടിയാണ്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. WL ടോയ്സിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റ് പോകുന്നൊരു വണ്ടിയാണ് ഈ ഒരു ബ്രോങ്കോ എന്ന് പറയുന്ന ഈ ഒരു മോഡല്, പ്രത്യേകിച്ച് ഈ ഒരു 1/10 സ്കെയിൽ. ഈ വണ്ടി എന്ന് പറയുന്നൊരു പക്ക ഒരു ഹോബി ഗ്രേഡ് വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മളൊരു ബിഗിനേഴ്സിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, എന്നാലൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്രോങ്കോ എന്ന് പറയുന്നത്. പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈസൻസ്ഡ് ബോഡി അല്ല, എന്നാൽ പോലും നമ്മുടെ ആ ഒരു ബ്രോങ്കോയുടെയൊക്കെ ആ ഒരു ലുക്ക് അവർ മാക്സിമം കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വിഞ്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ബമ്പറെ തന്നെ ഒരു ക്രാഷ് ഗാർഡ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫോൾഡ് ചെയ്യുന്ന 2 മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻഡിക്കേറ്ററും ഉണ്ട്, പിന്നെ ഒരു വൈപ്പറും ഉണ്ട്. ഇത് ആ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലൊരു റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ നല്ല രീതിയിൽ നല്ല സൈസുള്ളൊരു വീലാർച്ചാകട്ടോ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത്, ആ ഒരു ബീഫി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇതെല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെപ്പിന് ഇത് സെപ്പറേറ്റ് ആണ്, നമ്മുടെ ബോക്സിൽ വരുന്നതാണ്, അത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്രൂവും അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ആ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ, അപ്പുറേ സൈഡിൽ തന്നെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡിലുള്ളത്. വീലാർച്ച്, ഫുഡ് റെസ്റ്റ്, ഡോർ ഹാൻഡിൽ. പിന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റൂഫ് റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയ ക്യാരിയർ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. വേണം ഒരു റൂഫ് ബോക്സ് ഒക്കെ നമുക്ക് വേണം സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയും കാര്യം. പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഡീറ്റെയിലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സോഫ്റ്റ് നല്ലൊരു സെമി ഹാർഡ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇച്ചിരി ഫ്ലെക്സിബിൾ, അതുകൊണ്ടോ ബോഡി ഇച്ചിരി ഫ്ലെക്സിബിളാണ്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോളിംഗ് ഒക്കെ പോകുമ്പോഴത്തേനും ഓഫ് റോഡൊക്കെ കയറുന്ന സമയത്ത് വണ്ടി മറിയാനായിട്ടൊക്കെ ഉള്ള സാധ്യത ഒത്തിരി ഉണ്ട്. അപ്പോഴത്തേനും ബോഡിയിൽ വലിയ ഡാമേജ്, പൊട്ടലോ ചീറ്റലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് ബോഡി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പൊട്ടുമെന്നുള്ള ആ ഒരു പേടി നമുക്ക് വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ പുറമേ ഉള്ളത്. പിന്നെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ടയറിൻ്റെ സൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് കയറാൻ പറ്റുന്ന രീതിയിലൊരു ടയറാണ്. സോഫ്റ്റ്, വലിയ വലിയ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടയർ. ഫോം ഫില്ല് ചെയ്തൊക്കെ ഇതിനകത്ത് ഫോമുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വീൽസ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. സ്റ്റെപ്പിനി ടയറും ഇത് ഫംഗ്ഷനിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടയർ കംപ്ലയിൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടയർ വേണേൽ കയറ്റിയിടാം. അപ്പോൾ വണ്ടിയുടെ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ അടിയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വണ്ടിയുടെ ആ മെക്കാനിക്കൽ സൈഡ് ഡ്രൈവ് എങ്ങനെ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പോർട്ടൽ ആക്സിൽസ് ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. പിന്നെ ടോർക്ക് കൺവേർട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിക്ക് ഒരു പോർട്ടൽ ആക്സിലാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ബാക്കിൽ അതുപോലെ തന്നെ പോർട്ടൽ ആക്സിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പോർട്ടൽ ആക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ലിങ്കുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 25 കിലോയുടെ ഒരു സെർവോയാണ്, മെറ്റൽ സെർവോ. അത് ഞാൻ ആകെ ഇൻറ്റേർണൽ പാർട്സ് ഒക്കെ പറയുന്ന കൂട്ടത്തിൽ പറയാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോർട്ടൽ ആക്സിൽ കൊടുത്തിട്ടുണ്ട്. ആക്സിൽ കവറെല്ലാം വരുന്ന പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്കങ്ങനെ പെട്ടെന്ന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ആക്സിലുകൾ, ഗിയറുകളെല്ലാം മെറ്റൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആവുമോ ഓടിയോ ചതയോ ആ ഒരു പ്രശ്നങ്ങളൊന്നും അകത്തെ സംഭവങ്ങൾക്കൊന്നും ഉണ്ടാകത്തില്ല. അകത്ത് വരുന്ന ഇതുണ്ടോ പാർട്സുകളെല്ലാം ഇതൊക്കെ മെറ്റലാണ് വരുന്നത്. ബോൾ ബെയറിങ്ങുകൾ എല്ലാം മെറ്റലാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ആക്സിലിൽ ഇതാണ്. പിന്നെ ലിങ്കുകൾ, സസ്പെൻഷൻ്റെ ലിങ്കുകൾ ഇതെല്ലാം മെറ്റലാണ് കേട്ടോ. ഇത് രണ്ടും മെറ്റലാണ്. പക്ഷേ ഈ ഒരു കണക്ട് ചെയ്യുന്ന ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഈ ഒരു എൻഡ് പ്ലാസ്റ്റിക്കാണ്. അത് പക്ഷേ പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആകുന്ന പ്ലാസ്റ്റിക്കൊന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക് തന്നെ കേട്ടോ. അതല്ല, ഇത് 1 2 3 4 ഈ 4 എൻഡുകളും പ്ലാസ്റ്റിക്കാണ്. ഈ ഒരു റോഡ് വരുന്നത് മെറ്റലാണ്. പിന്നെ ഡ്രൈവ് ഷാഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഈ ഒരു കണക്ഷൻ വരുന്ന ഭാഗം മെറ്റൽ, ഇതിനുള്ളിൽ മെറ്റലാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കൊടുത്തത്. പിന്നെ ഈ ഒരു ഷാഫ്റ്റ് വരുന്നത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഈ ഒരു എൻഡ് വരുന്നത് മെറ്റലാണ്. ഇതിനകത്താണ് നമ്മുടെ ഗിയർ ബോക്സും ട്രാൻസ്മിഷൻ കാര്യങ്ങളെല്ലാം ഇതിനകത്തായിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ സസ്പെൻഷൻ്റെ ലിങ്കുകൾ ഫുള്ള് വരുന്നത് കണ്ടോ മെറ്റൽ തന്നെയാണ്. അതിൻ്റെ ഈ ഒരു എൻഡുകൾ മാത്രം
പ്ലാസ്റ്റിക്കാണ് വരുന്നത്. 1 2 3 4 ഇൻറ്റുകൾ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇത് ഡ്രൈവ് ഷാഫ്റ്റാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റാണ്. ഈ ഒരു എൻഡും വരുന്ന മെറ്റലാണ്. ഇത് കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത് കണ്ടോ കല്ലേൽ കയറി കിടന്ന് കറങ്ങുമ്പോഴാണ് അതേ ഇതുപോലെ ചെറിയൊരു ഇതവിടെ ഉണ്ടാകുന്നത്. പിന്നെ പുറകിലത്തെ ആക്സിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനാണ്. ആക്സിലിൻ്റെ കവർ വരുന്ന പ്ലാസ്റ്റിക്കാണ്. ബാക്കി അകത്ത് വരുന്ന കമ്പോണൻസ് എല്ലാം മെറ്റലാണ്. ഇതിൻ്റെ ഗിയറുകളും ഷാഫ്റ്റുകളെല്ലാം മെറ്റൽ തന്നെയാണ്. പിന്നെ ഇതിലും ബാക്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പോർട്ടൽ ആക്സിലാണ്. പോർട്ടൽ ആക്സിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തെ ഭാഗങ്ങൾ നോക്കാം. വണ്ടിയുടെ ഇൻറ്റേർണൽ പാർട്സ്, ഇലക്ട്രോണിക് പാർട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ടോപ്പ്, അതായത് പുറമേ ഉള്ള മേളിലെ ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ നോക്കി, താഴെയുള്ള ഭാഗങ്ങൾ നോക്കി. ഇനി നമുക്ക് അകത്തുള്ള ഭാഗങ്ങൾ നോക്കാം. അകത്ത് വണ്ടിയുടെ ഈ ഒരു ബോഡി നമുക്ക് താഴെ 2 പിന്നുണ്ട് കേട്ടോ. ആ പിന്ന് നമ്മൾ ഊരി കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ബോഡി പൊക്കി ഇങ്ങനെ വെക്കാം. ഇവിടെ ഇരുന്നോളും, താഴെ പോകത്തൊന്നുമില്ല. ഇങ്ങനെ സംഭവം സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഇരുന്നോളും. ഇവിടെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അതിൽ ലോക്ക് ചെയ്തിരുന്നോളും. ഇതാണ് വണ്ടിയുടെ ഇൻറ്റേർണൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ബമ്പർ കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ഒരു വിഞ്ചാണ് കേട്ടോ. ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു വിഞ്ചാണ്. അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കത്തില്ലെങ്കിലും ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വലിച്ചു കയറ്റാൻ പറ്റിയ രീതിക്കുള്ളൊരു വർക്കിംഗ് ആയിട്ടുള്ളൊരു വിഞ്ചാണ് കേട്ടോ. ഇതൊരു നൈലോണിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഈ ഒരു വിഞ്ചിന് സ്ട്രിങ് വരുന്നത് ഒരു നൈലോണാണ്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബലമുള്ളൊരു വിഞ്ചാണത്. ഫസ്റ്റ് നമുക്ക് വിഞ്ച് വരുന്നുണ്ട്. വിഞ്ചിൻ്റെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞത് ഒരു സെർവോ വരുന്നു കേട്ടോ. 25 കിലോ വെയിറ്റ് വരെ എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു സെർവോ, ഒരു മെറ്റൽ ഗിയർ സെർവോ. അതായത് ഇതിനകത്തിരിക്കുന്ന ഗിയറുകളെല്ലാം മെറ്റലാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാമേജസ് ഒക്കെ പെട്ടെന്ന് അങ്ങനെയൊന്നും വരാനായിട്ടുള്ള സാധ്യതകളില്ല. പിന്നെ അത് കഴിഞ്ഞ് സെർവോ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മോട്ടറാണ് കേട്ടോ. ഒരു 550 സൈസ് വരുന്ന ഒരു ബ്രഷ്ഡ് മോട്ടറാണ് കേട്ടോ. ബ്രഷ്ഡ് മോട്ടർ അത്യാവശ്യം നല്ല ടോർക്ക് കിട്ടുന്നുണ്ട് വണ്ടി. അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ പെയർ ചെയ്തേക്കുന്നത് ഒരു 2 സ്പീഡ് ഗിയർ ബോക്സിലേക്കാണ് കേട്ടോ. 2 സ്പീഡ് ഗിയർ ബോക്സ് നമുക്ക് ആ ഒരു ഹൈ ലോ എന്ന് പറയുന്ന 2 ഗിയറിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ആ ഒരു ഗിയർ ട്രാൻസ്മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെർവോ വെച്ചിട്ടാണ്, ഇലക്ട്രോണിക് സെർവോ വെച്ചിട്ടാണ് ഹൈയിലേക്ക് ലോയിലേക്ക് ഗിയർ ഷിഫ്റ്റ് ആകുന്നത് കേട്ടോ. ഇപ്പോൾ ലോയിൽ നമുക്ക് ക്രൗളിംഗ് ഒക്കെ കയറുന്ന സമയത്ത് നമുക്ക് ലോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ആണെങ്കിലും വണ്ടി ഈസി ആയിട്ട് കയറിപ്പൊക്കോളും. അധികം സ്പീഡിൽ കയറത്തില്ലെങ്കിലും നല്ല ടോർക്കുള്ള കാരണം കയറിപ്പൊക്കോളും. ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡും നമുക്ക് കിട്ടും മോട്ടർ. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ESC വരുന്നുണ്ട് കേട്ടോ. ഇതൊരു 60 ആംസിൻ്റെ ഒരു ESC വരുന്നത്, ഒരു വാട്ടർ പ്രൂഫ് ബ്രഷ്ഡ് ESC വരുന്നത്. പക്ഷേ നമ്മളൊരു 100% ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു 100% നമുക്കൊരു വാട്ടർ പ്രൂഫ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് എന്തായാലും വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം വെള്ളത്തിൽ ഇറക്കാതിരിക്കാൻ തന്നെ നമ്മൾ നോക്കണം. പിന്നെ അതിൻ്റെ ഒരു 2.4 GHz ഒരു റിസീവറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വരുന്നത്. 3000 mAh 7.4 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഏകദേശം ഞങ്ങൾ ലാസ്റ്റ് ക്രൗളിങ്ങിന് പോയപ്പോൾ ഏകദേശം 5-6 മണിക്കൂറിന് മേളിൽ ഈ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്തു. ഇതാണ് വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിള്. ഇതാണ് ചാർജറിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിള്. ഇതാണ് ബാറ്ററിയുടെ ട്രേ വരുന്നത്. ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റം കേട്ടോ. ബാറ്ററി അവിടെ തിരിച്ചകത്തോ ഈ ഒരു സ്പോഞ്ച് അകത്ത് വരണം. അത് നിങ്ങൾ ബാറ്ററി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ ഒരു സ്പോഞ്ച് അകത്ത് വരണം, എന്നാലേ ബാറ്ററി ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ബാറ്ററി ടൈറ്റ് ചെയ്താക്കുന്നത്. ഇതാണ് നമ്മുടെ ESCന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന വയർ കേട്ടോ. ഇത് ഒറ്റ രീതിയിൽ കയറത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് മാറിപ്പോകാനായിട്ടുള്ള സാധ്യത ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ബാക്കി ഇത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സെർവോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു ഓൺ ഓഫ് സ്വിച്ചാണ് കേട്ടോ. പിന്നെ ഇത് ആൻറ്റിനയാണ്, വണ്ടിയിലുള്ള ആൻറ്റിന, റിസീവറിൻ്റെ ആൻറ്റിന അതേ ഇരിക്കുന്നത് കേട്ടോ. വേറെ സംഭവങ്ങളൊന്നും അങ്ങനെ ബാക്കിൽ കാണാം. പിന്നെ ലൈറ്റിൻ്റെ കൺട്രോൾസ് പോകുന്നത് അത് നേരെ ബോഡിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ഇവിടെ ഒരു ലൈറ്റിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ബാക്കി എല്ലാ കണക്ഷൻസും പോകുന്നത്. അതായത് ഇൻഡിക്കേറ്ററിലെ ലൈറ്റ് പോകുന്നുണ്ട്, ഹെഡ്ലൈറ്റ്, ഫ്രണ്ടിലേക്കുള്ള ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, അതിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാറിൻ്റെ ലൈറ്റ്, വണ്ടിയുടെ മുകളിലൊരു ബാർ ലൈറ്റ് ഉണ്ട്, അതിലേക്കുള്ള കണക്ഷനും ഇതിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് വണ്ടിയുടെ ഉൾവശത്തെ ഇലക്ട്രോണിക് ഭാഗങ്ങളിൽ ഉള്ളത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം.
നമ്മുടെ വണ്ടിയുടെ റിമോട്ട്. ഞാൻ പറഞ്ഞൊരു 2.4 GHz ഒരു റിമോട്ടാണ് ഇത്. പ്രൊപ്പോർഷണലായിട്ട് തിരിയുന്നൊരു സ്റ്റിയറിങ്, പ്രൊപ്പോർഷണൽ ത്രോട്ടിൽ. ഇത് നമുക്ക് ഒറ്റക്കൈ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു റിമോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു തമ്പ് ഇവിടെ തള്ളവരലിത് ഈസി ആയിട്ട് നമുക്ക് വണ്ടി സ്റ്റിയർ ചെയ്യാം. അതുപോലെ തന്നെ ത്രോട്ടിലും കൊടുക്കാനായിട്ടുള്ള ഈസി ആക്സസബിൾ, ഭയങ്കര ഈസിയാണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ വണ്ടി ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതാണ് വരുന്ന വണ്ടിയുടെ ഹൈ ഗിയർ. ഇതിപ്പോൾ കിടക്കുന്ന ഹൈ ഗിയറിലാണ്. ഹൈ ഗിയർ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ഈ ഒരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്പീഡിൽ പോകാം. പിന്നെ ഇത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോ ഗിയർ. നമ്മൾ ക്രൗൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഏത് കയറ്റം വെള്ളം കയറി പോകുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റണ്ണിങ്ങിനിടയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റണ്ണിങ്ങിനിടയ്ക്ക് നമ്മൾ ഈ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും റൺ ചെയ്ത് കൊണ്ട് നിർത്തിയിട്ട് ശേഷം വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയതിന് ശേഷം മാത്രം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇത് പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അലൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, വണ്ടിയുടെ അലൈൻമെൻറ്റ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ ത്രോട്ടിലിൻ്റെ നമ്മുടെ ആ ത്രോട്ടിൻ്റെ റെസ്പോൺസ് എന്തോരം വേണമെന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊരു ലൈറ്റിൻ്റെ സ്വിച്ച് ആകട്ടോ. ലൈറ്റ് ലോങ് പ്രസ് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആകും. ലോങ് പ്രസ് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആകും. ഡബിൾ പ്രസ് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട് കേട്ടോ. 2 ഓപ്ഷൻ ഉണ്ട്. വണ്ടിയുടെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഡിമ്മ് ബ്രൈറ്റ് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് പിന്നെ വിഞ്ചിൻ്റെ ഓപ്ഷൻ. വിഞ്ച് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ വിഞ്ച് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 3 രീതിയിലാണ്, 3 ക്ലിക്കിലാണ് ഇതിൻ്റെ ഒരു വിഞ്ച് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു പ്രസ്സിൽ വിഞ്ച് റിലീസാകും. ഒന്നുകൂടെ ഞെക്കുമ്പോഴത്തേനും ആ വിഞ്ച് സ്റ്റോപ്പ് ആകും. പിന്നെ ഒന്നുകൂടെ ഞെക്കുമ്പോഴത്തേനും വണ്ടി അതായത് വിഞ്ച് തിരിച്ച് കയറും. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രസ്സിൽ വിഞ്ച് റിലീസാവുന്നു, സെക്കൻഡ് പ്രസ്സിൽ വിഞ്ച് സ്റ്റോപ്പ് ആകുന്നു, തേർഡ് പ്രസ്സിൽ വിഞ്ച് തിരിച്ച് കയറുന്നു. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു വിഞ്ച് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പിന്നെ റിമോട്ടിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. നമുക്കിവിടെ ടാഗ് ഇടാനായിട്ട് ഇതുപോലൊരു ടാഗ് ഇടാനായിട്ട് ചെറിയൊരു ഓപ്ഷനും കൊടുത്ത് നമുക്ക് അടുത്തേലൊക്കെ തൂക്കിയിട്ടുകൊണ്ട് പോകാം. വേറെ സംഭവം പിന്നെ അത്യാവശ്യം നല്ല രീതി ഇവിടെയാണ് ബാറ്ററി ഇടുന്നത് ഇവിടെ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു റിമോട്ടാണ് കേട്ടോ WL ടോയ്സിൻ്റെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി. നമുക്ക് പിന്നെ ഇഷ്ടംപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മുടെ വണ്ടിക്കുണ്ട് കേട്ടോ. എല്ലാ ആക്സസറീസും സംഭവങ്ങളും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വണ്ടിക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷോക്കിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ, പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വണ്ടി ഷോക്ക് വരുന്നത്. മെറ്റൽ ഓയിൽ ഫിൽഡ് ഷോക്ക് കേട്ടോ. നല്ല അടിപൊളി സസ്പെൻഷനാണ്. ഇതുണ്ടോ, ഓയിൽ ഫിൽഡ് ആയതുകൊണ്ട് നല്ല കൺട്രോളാണ് വണ്ടിക്ക്. ഫ്രണ്ടിലും അതെ ബാക്കിലും അതെ ഫുള്ള് ഓയിൽ ഫിൽഡ് സസ്പെൻഷനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഈ വണ്ടി എടുത്ത് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആണ്. കാരണം വെറുതെ നമ്മൾ അൺബോക്സ് ചെയ്ത് വെറുതെ ആദ്യമായിട്ട് കാണുന്ന ഒരു റിയാക്ഷനൊക്കെ കൊടുത്ത് വെറുതെ ബോറാക്കണ്ടല്ലോ എന്ന് കരുതി വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി, വണ്ടിയുടെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു യൂസർ റിവ്യൂ പോലെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേനും ഇത് ഈ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു യൂസർ റിവ്യൂ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേനും WL ടോയ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആണ്. അപ്പം നമുക്കിതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒരു നല്ലൊരു ഹോബി ഗ്രേഡ് മേടിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ WL ടോയ്സ് എന്ന് വേണം ഇപ്പോൾ പറയാം. അതിനുള്ള ക്വാളിറ്റി വണ്ടിക്കുണ്ട്. 1/10 സ്കെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലാവുന്നൊരു മോഡലാണ് നമ്മൾ ഈ ഒരു WL ടോയ്സ് എന്ന് പറയുന്നത്. അപ്പം കൂടാതെ ഈ മാസം, അതായത് നമ്മൾ ഈ ഒരു ജൂൺ 28 ഞായറാഴ്ച വാഗമണിൽ നമ്മൾ വരാട്ടുമേടെന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മുടെ ഒരു ക്ലബിൻ്റെ അതായത് ഓഫ് റോഡ് ക്ലബിൻ്റെ ഒരു ക്രൗളിങ്ങും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പുള്ളിക്കാനം പോയൊരു ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ക്ലബ്ബിൽ എത്ര പേരുണ്ട്, എത്ര വണ്ടികളുണ്ടെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതേ ആ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മൾ വരാട്ടുമേടിലോട്ട് കയറുന്നുണ്ട്. ഈ വണ്ടിയുണ്ട്, ഇതുപോലെ തന്നെ ഒരു വണ്ടിയും കൂടെ രണ്ട് വണ്ടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു LC80 FMSൻ്റെ ഒരു LC80 എടുത്തിട്ടുണ്ട്. പിന്നെ WL ടോയ്സിൻ്റെ തന്നെ ഒരു റൂബിക്കോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്ന് പറയാം. ഇതൊരു ബ്രോങ്കോടെ അല്ല, ഈ ഒരു മോഡൽ വണ്ടിയുടെ ഒരു അപ്ഗ്രേഡ് വേർഷൻ. അതിനകത്തൊരു ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സംഭവങ്ങളെല്ലാം മെറ്റലാണ്, ഡ്രൈവ് ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ മെറ്റലാണ്. ആ ഒരു വേരിയൻ്റോടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ റിവ്യൂ, അതായത് ഞാനിപ്പം വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വണ്ടി അൺബോക്സ് ചെയ്ത് വെറുതെ റിവ്യൂ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല.
ഇതിനും വണ്ടി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി, വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് പറ്റുന്ന വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ആ വണ്ടി ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത്. ആ ഒരു ട്രിപ്പ് വന്നതിന്, അതായത് ആ ഒരു ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഞാൻ ആ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ഇടാം. അതിന് ഇതാണ് നമ്മുടെ ബ്രോങ്കോയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, അപ്ഗ്രേഡ് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡൊക്കെ കയറാൻ പറ്റുന്നൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ 1/10 സ്കെയിൽ വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം പിന്നെ ഇത് നമ്മൾ ചെറിയൊരു സൈക്കിളൊക്കെ ഇവിടെ ഡൈകാസ്റ്റ് സൈക്കിൾ കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൈക്കിളാണ് കേട്ടോ, മെറ്റൽ സൈക്കിളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ആക്സസറീസൊക്കെ നമുക്ക് ഇതായത് നമ്മുടെ ക്ലബിൻ്റെ പേര് ഇതാ കേട്ടോ, ക്ലബ്ബ് 05. നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള നമ്മളൊരു ക്ലബിൻ്റെ ഒരു ഇതിലാണ് ക്ലബ് 05 എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് നമുക്ക്. ആ ക്ലബ്ബിൽ അത്യാവശ്യം ഇപ്പം 10-40 ആൾക്കാരുണ്ട്. ഏകദേശം 100 വണ്ടിക്കടുത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം. അപ്പോഴത്തേനും നിങ്ങളിപ്പോൾ ഇതുപോലെ ക്രൗളിങ്ങിനൊക്കെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം. അതുപോലെ അടുത്തൊരു ഇവൻറ്റിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ മാസം 28 ഞായറാഴ്ച നമ്മൾ വാഗമണ്ണിൽ വരാട്ടുമേട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെല്ലാവരും എത്തുന്നതാണ്. അപ്പോഴത്തേനും നിങ്ങൾക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, നമുക്ക് നമ്മുടെ ഇവൻറ്റ്സ് കാണാം. ആ ഒരു സമയത്ത് ആ ഒരു ഡേറ്റിൽ ആരെങ്കിലും വാഗമണ്ണ് വരുന്നുണ്ടെങ്കിൽ ഇന്ന പോലൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവൻറ്റ്സൊക്കെ കാണാം. വണ്ടിയുള്ളവർ വണ്ടിയായിട്ട് പോര്. നമ്മൾ നല്ല രീതിയിലൊരു ഓഫ് റോഡ് ഇവൻ്റാണ് നമ്മളവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളെ ഞാൻ ഒരു ഇവൻറ്റിലേക്ക് നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരിക, ഇതൊക്കെ ഒന്ന് കാണുക, എന്തൊക്കെയായ സംഭവങ്ങൾ എന്തൊക്കെയാണൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു ഐഡിയ, ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു തരാം. നമുക്ക് ആ ഒരു ഇവൻറ്റിൽ ആ ഒരു ഇവൻറ്റിൻ്റെ കൂടെ വീഡിയോ നമ്മളൊരു അടുത്ത മാസത്തേന് നമ്മൾ ഇടുന്നുണ്ട്. ഏതൊക്കെ വണ്ടിയാണ് വന്നേക്കുന്നത്, ഓരോ വണ്ടികളുടെ പെർഫോമൻസുകളൊക്കെ വെച്ചിട്ട് ആ ഇവൻറ്റിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഒരു അടുത്ത മാസത്തേന് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബ്രോങ്കോയുടെ വിശേഷങ്ങൾ. അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇവൻറ്റിന് ശേഷം നമ്മുടെ ഇതിൻ്റെ റൂബിക്കോണിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, ടാറ്റാ.